now invite Shri P.K. Kunjalikutti, Minister Designate, to take the oath of office and oath of secrecy. Somebody tell him his name is called out, no? Tell somebody to go and tell that their names are being called out. P.K. Kunjalikutti. P.K. Kunjalikutti. Tell somebody. The staff will know. I now invite Shri P.K. Kunjalikutti, Minister Designate, to take the oath of office and oath of secrecy. Niana P.K. കുഞ്ഞാലിക്കുട്ടി എന്ന ഞാൻ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിൻ്റെ ഭരണഘടനയോട് നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിൻ്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ കേരള സംസ്ഥാനത്തെ ഒരു മന്ത്രി എന്ന നിലയിലുള്ള എൻ്റെ കർത്തവ്യങ്ങൾ വിശ്വസ്തയോടും മനസാക്ഷിയെ മുൻനിർത്തിയും നിർവഹിക്കുമെന്നും ഭരണഘടനയെയും നിയമവും അനുസരിച്ച് ഭീതിയോ പക്ഷപാതമോ പ്രീതിയോ വിദ്വേഷമോ കൂടാതെ എല്ലാ തരത്തിലുള്ള ജനങ്ങൾക്കും നീതി ചെയ്യുമെന്നും ദൈവത്തിൻ്റെ നാമത്തിൽ സൃഷ്ടാവിൻ്റെ നാമത്തിൽ സത്യം ചെയ്തു. ഞാൻ P.K. കുഞ്ഞാലിക്കുട്ടി എന്ന ഞാൻ കേരള സംസ്ഥാനത്തെ ഒരു മന്ത്രി എന്ന നിലയിൽ എൻ്റെ പരിഗണനയിൽ കൊണ്ടുവരുന്നതോ എൻ്റെ അറിവിൽ വരുന്നതോ ആയ ഏതെങ്കിലും വിഷയം അങ്ങനെയുള്ള മന്ത്രി എന്ന നിലയിലുള്ള എൻ്റെ കർത്തവ്യങ്ങളുടെ മുറപ്രകാരമുള്ള നിർവഹണത്തിന് ആവശ്യമാകുന്നതൊഴികെ ഞാൻ ഏതെങ്കിലും ആളുകൾക്കോ നേരിട്ടോ നേരിട്ടല്ലാതെയോ അറിയിച്ചു കൊടുക്കുകയോ വെളിപ്പെടുത്തുകയോ ചെയ്യുകയില്ലെന്ന് ദൈവനാമത്തിൽ സത്യം ചെയ്യുന്നു. ത്തിലെ റെക്കോർഡ് ഭൂരിപക്ഷത്തോടു കൂടിയാണ് ഇത്തവണ P.K. കുഞ്ഞാലിക്കുട്ടി നിയമസഭയിലേക്ക് എത്തുന്നത്. ഒരു പക്ഷേ തകർക്കാനാകാത്ത റെക്കോർഡ് എന്നൊക്കെ വേണമെങ്കിൽ സാങ്കേതികമായി പറയാം. പക്ഷേ തെരഞ്ഞെടുപ്പാണ്, വരും കാലങ്ങളിൽ അത് മാറിമറിയാം. പക്ഷേ കൂറ്റൻ വിജയമായിരുന്നു P.K. കുഞ്ഞാലിക്കുട്ടിക്ക്. നേരത്തെയും മന്ത്രിസഭയുടെ ഭാഗമായിട്ടുള്ള P.K. കുഞ്ഞാലിക്കുട്ടി അനുഭവ സമ്പത്തിന്റെ കരുത്തുമായി ഒരിക്കൽ കൂടി മന്ത്രിസഭയിലേക്ക് എത്തുന്നു. മുസ്ലിം ലീഗിൽ നിന്നുള്ള ഒന്നാം മന്ത്രി സ്ഥാനം അത് P.K. കുഞ്ഞാലിക്കുട്ടിക്ക് തന്നെ ആയിരിക്കും എന്നതിൽ തർക്കങ്ങൾ ഒന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഒരിക്കൽ ദേശീയ രാഷ്ട്രീയത്തിലേക്ക് അല്ലെങ്കിൽ MP എന്ന നിലയിൽ തെരഞ്ഞെടുക്കപ്പെട്ട് പിന്നീട് വീണ്ടും കേരളത്തിലേക്ക് മടങ്ങി വരുന്ന P.K. കുഞ്ഞാലിക്കുട്ടി ഇപ്പോഴിതാ V.D. സതീശൻ മന്ത്രിസഭയിൽ രണ്ടാമനായി മാറുന്നു എന്നതാണ് എടുത്തു പറയേണ്ടത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.